ഫസ്റ്റിന് ഇറങ്ങിയ എക്കോ മൂവിയെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. പടം കണ്ടില്ലെങ്കിൽ വൻ നഷ്ടമാണ്. എത്രയും പെട്ടെന്ന് അടുത്തുള്ള ഒരു തിയേറ്ററിൽ പോയി കണ്ടോളൂ. ഇത് നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് പടം. ഓക്കെ. കാടിൻ്റെ മനോഹാരിത, അതുപോലെ തന്നെ മൂടൽമഞ്ഞ്, നല്ലൊരു ഹൈ റേഞ്ച് പ്രദേശം, മൊത്തത്തിൽ വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു ലൊക്കേഷനാണ് എക്കോ മൂവി. അതായത് അതിൽ ഈ മനുഷ്യനേക്കാൾ വിശ്വസിക്കാൻ പറ്റിയത് മൃഗങ്ങൾ തന്നെയാണെന്ന് അടിവരയിട്ട് പറയുന്നൊരു മൂവിയാണ്. ചതി, വഞ്ചന, വിശ്വാസവഞ്ചന, അത് ഒളിപ്പിച്ചു വയ്ക്കുക, വർഷങ്ങൾക്ക് ശേഷം അത് പുറത്താകുക, അതിനുശേഷമുള്ള മനുഷ്യൻ്റെ സംഘർഷങ്ങൾ, ആത്മസംഘർഷങ്ങൾ, ഇതൊക്കെയാണ് ഡീൽ ചെയ്യുന്നത്. അതൊരു ത്രില്ലർ പാറ്റേണിൽ പറയുമ്പോൾ എങ്ങനെയുണ്ടാവും, അതാണ് ഒറ്റവാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ എക്കോ എന്ന് പറയുന്ന മൂവി. അതായത് മനുഷ്യ മനസ്സിൻ്റെ അഗാധ തലങ്ങളിലേക്ക് ചിത്രം പ്രവേശിക്കുന്നു. അതായത് നമ്മളൊരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാൻ കഴിയാത്ത സ്റ്റോറി ലൈൻ. സ്ഥിരം മലയാള സിനിമയുടെ ഒരു ക്ലീഷ സ്കെയിലുണ്ടല്ലോ, ഇന്നത് വരും, അടുത്ത ഇന്നതാണ് എന്ന് നമ്മൾ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാൻ കഴിയില്ല. കഥാപാത്രങ്ങളെ വളരെ കുറച്ച് കഥാപാത്രങ്ങളെ അത് തന്നെ വളരെ എന്താ പറയുക, വളരെ ഡെപ്തുള്ള കഥാപാത്രങ്ങൾ. അതായത് നമ്മുടെ ബിനു പപ്പു, ആ തുടരും സിനിമയിലെ പോലീസുകാരൻ, ഇതിലും ആള് അടിപൊളിയാക്കി. പിന്നെ വിനീത്, അശോകൻ, പിന്നൊരു കഥാപാത്രം സൗരഭ് സച്ദേവ് പറഞ്ഞ ഒരാൾ അഭിനയിച്ച കഥാപാത്രം കുര്യച്ചൻ എന്ന് പറയുന്ന റോള്, ഒരു നാഗാർജുൻ്റെ ഘട്ടമൊക്കെ ഉണ്ട്. ഞാൻ ഈ സിനിമ ഇന്നലെ കണ്ട് കഴിഞ്ഞ വഴി, ഇവിടെത്തി കഴിഞ്ഞ വഴി ആളിനെ ഗൂഗിളിൽ സെർച്ച് ചെയ്യുക ചെയ്തത്. അതായത് മറ്റേ ബോളിവുഡ് ആക്ടിങ് കോച്ചാണ്. അപ്പോൾ പിന്നെ എങ്ങനെ ഉണ്ടാകുമെന്ന് അറിയാലോ. ആള് അടിപൊളിയാക്കി. മൊത്തം ഒരു ത്രില്ലർ വളരെ ഗംഭീരമായി എടുത്തിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല, പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലായി പോവും. അപ്പോൾ ഒരിക്കലും ഈ തിയേറ്റർ എക്സ്പീരിയൻസ് കളയരുത്, മിസ്സാക്കണ്ട. അതായത് പ്രൊട്ടക്ഷൻ ആൻഡ് റെസ്ട്രിക്ഷൻ. നമ്മളൊരാളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് പറയുന്ന സമയത്ത് എന്താണ്, അത് ഒരു തരം തടവറ തന്നെയാണ്. അത് കുറച്ചുകൂടി ഒരു സിനിമാറ്റിക്കായിട്ട് എടുത്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇനി മിസ്സാക്കണ്ട, എത്രയും പെട്ടെന്ന് ആ പടം കാണുക. ഓക്കെ. ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.